നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിനെ വനഭൂമിയാക്കുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. കട്ടപ്പന കല്യാണത്തണ്ട മലനിരകളിൽ നീലവസന്തമൊരുക്കി മേട്ടുകുറിഞ്ഞി പൂവിട്ട് തുടങ്ങുന്നു. കുറിഞ്ഞിപ്പൂക്കൾ തേടി ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോർജ് ജോസഫ് MLA, ഇടുക്കി MLA റോയ് കെ പോലോസ് എന്നിവർക്ക് സ്വീകരണം നൽകി. CPIM-ന്റെ നേതൃത്വത്തിൽ കുന്നത്തുപാറയിൽ VS അച്യുതാനന്ദന്റെ ഒന്നാമത് ചരമവാർഷികം ആചരിച്ചു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി TR സോമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്രമറ്റോറിയം പൂർത്തിയാക്കുന്നതിൽ കോതമംഗലം നഗരസഭയ്ക്ക് അലംഭാവമെന്ന് കേരള കോൺഗ്രസ് എം. കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. വാർത്തകൾ വിശദമായി. ചിന്നക്കനാലിനെ വനഭൂമിയാക്കുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. ചിന്നക്കനാലിൽ 1 ഇഞ്ച് ഭൂമി പോലും വനംവകുപ്പിന് ഇല്ല. ചിന്നക്കനാൽ പൂർണ്ണമായും റവന്യൂ ഭൂമിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയെ വനഭൂമിയാക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഇതിൽ നിന്നും വനംവകുപ്പ് അധികൃതർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചിന്നക്കനാൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അത് സമ്പൂർണ്ണമായി ആ ഭൂമി റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഭൂമിയിലെ പുൽമേടുകളിൽ കാട്ടാന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതല്ലാതെ അവിടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള വനഭൂമികൾ ചിന്നക്കനാലിലില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പല നോട്ടിഫിക്കേഷനുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ചെറിയ ചെറിയ ഭാഗങ്ങൾ, ഇപ്പോൾ വിപുലമായ രീതിയിൽ അവിടെ ആ പ്രദേശത്തെ വനഭൂമിയാക്കി മാറ്റാനുള്ളൊരു ശ്രമം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അടിയന്തരമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ MLA എന്ന നിലയിൽ ഞാൻ ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചിന്നക്കനാൽ പ്രദേശം ഒരിക്കലും വനഭൂമിയല്ല, അത് ജനവാസ കേന്ദ്രമാണ്. പക്ഷേ അവിടെ വിശാലമായി കിടക്കുന്ന പുൽമേടുകളുണ്ട്. അത് HNL യൂക്കാലി പ്ലാന്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ആ യൂക്കാലി പ്ലാന്റേഷനാണ് ഈ കാട്ടാനകളുടെ സ്വാഭാവിക തീറ്റകൾ നഷ്ടപ്പെടാനും അത് കൃഷിയിടങ്ങളിലേക്ക് വ്യാപകമായിട്ട് ഇറങ്ങുന്നതിനും കാരണമായിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളെല്ലാം അടിയന്തരമായിട്ട് നിർത്തിവെക്കണം. ഇക്കാര്യം ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തിയിട്ടുണ്ട്. കാരണം ചിന്നക്കനാൽ പഞ്ചായത്തിൽ 1 ഇഞ്ച് പോലും വനഭൂമി ഇല്ല എന്നുള്ളത് അത് 100% രേഖകൾ കൊണ്ട് വ്യക്തമായൊരു കാര്യമാണ്. ഇനി അവിടെ പുതിയ വനഭൂമി സൃഷ്ടിക്കാനുള്ള ഏത് നീക്കവും അത് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വനംവകുപ്പ് തിരുത്തലുകൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട ഇടപെടലുകൾ ഞങ്ങൾ ജില്ലയിലെ 5 MLA-മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നറിയിക്കുകയാണ്. ഇടുക്കി ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രത്തിന് മുൻപിൽ ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU നിർമ്മിച്ച VS സ്മാരക വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനവും VS അച്യുതാനന്ദന്റെ അനുസ്മരണവും നടത്തി. പൊതുയോഗം CITU ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം KV ജോയ് ഉദ്ഘാടനം ചെയ്തു. വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ കവിത അജി നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാർക്കടവിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാമിലെ CITU യൂണിറ്റ് നിർമ്മിച്ച VS അച്യുതാനന്ദൻ സ്മാരക വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനവും VS അനുസ്മരണവും നടത്തി. ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് M മധുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CITU ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം KV ജോയ് ഉദ്ഘാടനം ചെയ്തു. ആ പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാം മറന്ന് ഈ കേരളത്തിൻ്റെ വിപ്ലവ പോരാട്ടത്തിലേക്ക് സഖാവ് VS കടന്നു വന്നിട്ടുള്ളത്. അന്നു മുതൽ തുടങ്ങിയ ആ സഖാവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിലെ തൊഴിലാളി വർഗത്തിന് പാവപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഏതൊരു മനുഷ്യനും ആവേശകരമായ അനുഭവമാണ് ആ ജീവിതം നമ്മൾ സ്മരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഞാൻ വളരെ വിശദീകരിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ 32 പേരിൽ ഒരാളായിരുന്നു സഖാവ് VS. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിക്കുന്ന സമയത്ത്
അന്നുണ്ടായിരുന്ന നേതാക്കന്മാരിൽ 32 പേരിൽ ഒരാളായിരുന്നു സഖാവ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായി, കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സിൽ വിപ്ലവ സൂര്യനെ പോലെ ഉയർന്നു നിന്ന സഖാവ് VS നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷക്കാലം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നമുക്ക് ഇവിടെ ഫാം വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വം അവസാനിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇന്ത്യ രാജ്യം നീങ്ങുകയാണ്. തൊഴിലാളി എന്ന പദത്തിന് യാതൊരുവിധ മൂല്യങ്ങളും കൊടുക്കാതെ ഈ രാജ്യത്ത് CITU ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം PV ഷിബു അനുസ്മരണ പ്രസംഗം നടത്തി. യോഗത്തിൽ വാർഡ് കൗൺസിലർ കവിത അജി വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് VS ജയൻ, യൂണിറ്റ് പ്രസിഡന്റ് സുധീഷ് ബാബു MS തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീലവസന്തം ഒരുക്കി മേട്ടുക്കുറിഞ്ഞി പൂവിട്ട് തുടങ്ങുന്നു. വീണ്ടും ഒരു മേട്ടുക്കുറിഞ്ഞി കാലത്തിന് മലനിര സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുമ്പോൾ മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതയ്ക്കും വലിയ മുതൽക്കൂട്ടായി ഇത് മാറും. നിലവിൽ കുറിഞ്ഞിപ്പൂക്കൾ തേടി ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കട്ടപ്പന നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിലുള്ള കല്യാണത്തണ്ട് മലനിരകളിൽ നിർമ്മല സിറ്റി മേഖലകളിലും വാഴവര മേഖലയിലെ പാറയിടുക്കുകളിലും പുൽമേടുകളിലുമാണ് ഇവ ഇപ്പോൾ മുട്ടിട്ട് നിൽക്കുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മലനിരകൾ പൂർണ്ണമായും നീലയും പർപ്പിളും കലർന്ന പുഷ്പങ്ങളാൽ മൂടപ്പെടും. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് ഒരു സ്വർഗീയ പ്രതീതിയാകും സഞ്ചാരികൾക്ക് സമ്മാനിക്കുക. നിർമ്മല സിറ്റിയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നിർമ്മല സിറ്റി നിറച്ചുണ്ട്, ഒരു 2 ആഴ്ച അവിടെ നിറച്ച് പോകാം. ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ മഞ്ഞിറങ്ങും, പിന്നെ ഇവിടെ ആനത്താരകളുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നടക്കാൻ വേണം, നല്ല കഷ്ടപ്പാടാണ്. ഈ വഴി അറിയത്തില്ലാത്തവരെ കാണാൻ വളരെ ബുദ്ധിമുട്ടും, വഴി തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആളുകൾ കൂടുതലും നിർമ്മല സിറ്റിയിൽ വരിക. അവിടെയാണ് കുറിഞ്ഞി കൂടുതലായിട്ട് പൂക്കാനുള്ള സാധ്യതയുള്ളത്. പിന്നെ ഈ പൂത്തേക്കുന്ന നീലക്കുറിഞ്ഞിയല്ല കേട്ടോ, 2 വർഷത്തിൽ പൂക്കുന്ന കാട്ടുകുറിഞ്ഞി അല്ലെ മേട്ടുകുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി നമുക്ക് ഇത്തവണ പൂക്കാൻ സാധ്യതയുള്ള ലക്ഷ്മി ഹിൽസിലാണ്, മൂന്നാറിലെ മലനിരകളിലാണ്. എന്നിരുന്നാൽ കൂടി കാൽവരിമണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കല്യാണത്തിൻ്റെ ഈ മനോഹര വ്യൂ ഒക്കെ വന്ന് ഈ മേട്ടുകുറിഞ്ഞിനെ ആസ്വദിച്ച് മടങ്ങുക. നിലവിൽ വാഴവര കൗന്തി മലനിരകളിലാണ് വിവിധ മേഖലകളിൽ കുറിഞ്ഞികൾ പൂവിട്ട് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യം മേഖലയിലുള്ളതിനാൽ അപകട ഭീഷണിയാണ് ഇവിടം. ഇതോടൊപ്പം നിർമ്മല സിറ്റി കല്യാണ മലനിരകളിലും മേട്ടുകുറിഞ്ഞികൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂവിട്ട് തുടങ്ങും. കോടമഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ കല്യാണത്തണ്ടിലേക്ക് നിലവിൽ നിരവധി ആളുകൾ എത്താറുണ്ട്. കുറിഞ്ഞികൾ പൂവിടുന്നതോടെ ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് ഇത് വലിയൊരു ഉണർവാകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA, ഇടുക്കി MLA റോയ് കെ പോലോസ് എന്നിവർക്ക് സ്വീകരണം നൽകി. വ്യാപാര ഭവനിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വെച്ച് MLA-മാർക്ക് ഭാരവാഹികൾ ചേർന്ന നിവേദനവും കൈമാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA, ഇടുക്കി MLA റോയ് കെ പോലോസ് എന്നിവർക്ക് സ്വീകരണം നൽകി. വ്യാപാര ഭവനിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആത്മാർത്ഥമായി നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോയിച്ചേട്ടന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അബു ജോൺ ജോസഫ് അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ എല്ലാ ഘടകങ്ങളും നമുക്കിപ്പോൾ അനുയോജ്യമായി വന്നിട്ടുണ്ട്. അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു മന്ത്രിയായിട്ട് നമുക്ക് ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി KR സാജു സ്വാഗതം ആശംസിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷമീല നവാസ്, പഞ്ചായത്ത് മെമ്പർമാരായ KG ഷിബു, നൈസി ഡെനിൽ, അമ്പിളി സുനിൽ, PM മനോജ്, ബിജിത എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു. 2010 മുതൽ KSTP റോഡ് നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ കച്ചവടക്കാരുടെ കെട്ടിടത്തിന് ഇതുവരെ നമ്പർ ലഭിച്ചിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭാരവാഹികൾ ചേർന്ന് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA-ക്കും ഇടുക്കി MLA റോയ് കെ പോലോസിനും പഞ്ചായത്ത് പ്രസിഡന്റിനും നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ,
ഉടുമ്പന്നൂർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിതമായ പീരുമേട് കുട്ടിക്കാനം പള്ളിക്കുന്നിലെ സെന്റ് ജോർജ് CSI പള്ളിയുടെ ചരിത്രം പുസ്തകമാക്കി പീരുമേട് സ്വദേശിയായ ഗിന്നസ് സുനിൽ ജോസഫ്. 1.5 നൂറ്റാണ്ടിലധികം നീളുന്ന പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI ദേവാലയത്തിന്റെ ആത്മീയ യാത്രയെ രേഖപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം ഒരു ആരാധനാലയത്തിന്റെ ചരിത്രം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ വളർച്ചയും രൂപാന്തരവും പറയുന്നു. പള്ളിക്കുന്ന് പ്രദേശത്തിന്റെ ക്രൈസ്തവ പൈതൃകത്തെയും മിഷൻ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെയും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ പുസ്തകം വലിയ സഹായമാണ്. ഗിന്നസ് സുനിൽ ജോസഫ് നടത്തിയ സൂക്ഷ്മവും സമഗ്രവുമായ പഠനം ഈ പള്ളിയുടെ സ്ഥാപനം മുതൽ ആരാധനാ രീതികളുടെ മാറ്റങ്ങൾ, വിശ്വാസികളുടെ പങ്കാളിത്തം, സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾ എന്നിവയെല്ലാം വ്യക്തതയോടെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പള്ളിക്കുന്ന് സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ആത്മീയതയുടെയും സാമൂഹിക സേവനത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും സ്മരണക്കുറിപ്പുകളാണ് ഈ പുസ്തകം. സഭയുടെ വളർച്ചയും മതപരമായ പുതുക്കലുകളും മനുഷ്യരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും രേഖപ്പെടുത്തുന്ന ചരിത്ര രേഖ കൂടിയാണ് ഗിന്നസ് സുനിൽ ജോസഫിന്റെ ഈ രചന. സീമസ് മിഷണറിയായിരുന്ന റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ 1869 ഫെബ്രുവരി 10 ദേവാലയം പണികഴിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ബ്രിട്ടീഷ് സെമിത്തേരി അടക്കം ദേവാലയത്തോട് ചേർന്ന് ഇന്നും പരിപാലിക്കപ്പെട്ടു വരുന്നുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്നും ദേവാലയ സൗന്ദര്യവൽക്കരണത്തിനായി തുക അനുവദിച്ചിരുന്നു. ദേവാലയ സെമിത്തേരിയിൽ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 34 വിദേശീയരെയും ഒരു കുതിരയെയും അടക്കം ചെയ്തിട്ടുണ്ട്. മൂന്നാർ ക്രൈസ്റ്റ് ദേവാലയ സെമിത്തേരിയിൽ അടക്കം ചെയ്തിരിക്കുന്ന ഇസബെല്ല മേയുടെ ഉൾപ്പെടെ 6 വിദേശികളുടെ സംസ്കാര രജിസ്റ്റർ, പള്ളിക്കുന്ന് പള്ളിയിലെ വിദേശികളുടെ ജനന മരണ രജിസ്റ്റർ, സ്നാന വിവാഹ രജിസ്റ്റർ ഇവയെല്ലാം ചരിത്രരേഖയിൽ വിവരിക്കുന്നു. ചരിത്ര പുസ്തകങ്ങളിലെ വിവരങ്ങളും ചരിത്രരേഖയ്ക്ക് ആധാരമാക്കിയിട്ടുണ്ട്. പീരുമേട് സ്വദേശിയായ ഗിന്നസ് സുനിൽ ജോസഫ് CSI ഈസ്റ്റ് കേരള മഹാ ഇടവക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മധ്യ കേരള മഹാ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവും പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI പള്ളി മുൻ കൈക്കാരൻ, സെക്രട്ടറി, കൗൺസിൽ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1869 ഫെബ്രുവരി 10 CMS മിഷണറി ആയിരുന്ന റവറൻ ഹെൻറി ബേക്കർ ജൂനിയറാണ് ഈ പള്ളി പണിതത്. ധാരാളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണിത്. ഇതിനെക്കുറിച്ചൊരു ഈ പള്ളിയുടെ ചരിത്രവും ഈ പീരുമേടിൻ്റെ പ്രാന്തഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചരിത്രം എഴുതണമെന്ന് വളരെ നാളുകളായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഈ CSI ഈസ്റ്റ് കേരളയുടെ ബിഷപ്പുമാരായിരുന്ന ഏറ്റവും ബഹുമാനമുള്ള അഭിവന്യ റൈറ്റ് റവറൻ KG ദാനിയൽ തിരുമേനി, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനി, ഇവർ രണ്ടുപേരുടെയും അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ബുക്ക് എഴുതാനായിട്ട് തുനിഞ്ഞത്. ധാരാളം ചരിത്രങ്ങൾ ഈ പ്രദേശത്തെക്കുറിച്ചുണ്ട്. ഈ സ്ഥലത്തിന് പള്ളിക്കുന്ന് എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ പള്ളി ചർച്ച് ഹിൽ, അതായത് മലമുകളിലെ ഒരു പള്ളി, അതിൻ്റെ മലയാള വേർഷനാണ് കുന്നുംപുറത്തിരിക്കുന്ന പള്ളി. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പള്ളിക്കുന്ന് എന്ന് പേര് വന്നത്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ അറിഞ്ഞു. ഇവിടെ ഒരു കുതിരയെ അടക്കം ചെയ്ത് JD മൺട്രോയുടെ കുതിരയെ അടക്കം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 9-ലധികം ചൂള മരങ്ങളുണ്ട്. ഈ പള്ളിക്കുള്ളിലുള്ള ഫർണിച്ചറുകളെല്ലാം 1869 പണിതതാണ്. ഈ ജനലിൻ്റെ മുകളിൽ 3 അക്ഷരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പള്ളിക്കുള്ളിലുള്ള തിരുവത്താഴ മേശ, പ്രസംഗപീഠം, ഇതിനെല്ലാം ചരിത്രങ്ങളുണ്ട്. പള്ളിയുടെ ഭിത്തികളിൽ മുഴുവൻ ടാബ്ലറ്റ്സ് ഉണ്ട്. ആ ടാബ്ലറ്റ്സിൻ്റെ കഥകൾ, ഇതെല്ലാം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് വളരെ ചുരുക്കമാണ്. പള്ളിയിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള ചില രേഖകൾ, പിന്നീട് ജോർജ് ജോസഫ് പൊട്ടംകുളം അദ്ദേഹം എഴുതിയേക്കുന്ന പാസ് ടു ദ ഹിൽസ്, ഹെൻറി ബേക്കറുടെ, ജോൺ ഡാനിയൽ മൺട്രോയുടെ യാത്രയിൽ അദ്ദേഹം എഴുതിയ പുസ്തകം, ഹെറോൺസ് എബോവ് ദ ഹെറോൺസ് പൂൾ, ട്രാവൻകൂർ മാനുവൽ, അങ്ങനെയുള്ള ധാരാളം പുസ്തകങ്ങൾ റെഫർ ചെയ്തും അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ്, മൂന്നാർ CSI പള്ളി ക്രൈസ്റ്റ് ദേവാലയത്തിലുള്ള രേഖകൾ, അവിടെ അടക്കം ചെയ്ത ഇസബെല്ല മേയുടെ ബറിയൽ രജിസ്റ്റർ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ പള്ളിയിലാണ്. ഇങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം മേടിച്ച് കൊണ്ടാണ് 53 പേജ് വരുന്ന ഈ ഒരു പുസ്തകം എഴുതാനുള്ള പ്രചോദനമുണ്ടായത്. KK റോഡിൻ്റെ നിർമ്മാണം, ഇവിടെ അടുത്തുള്ള ചാർലിക്കുളം, മാതാമക്കുളം, സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് സീന്തലാർ, പട്ടുമല പള്ളി, വണ്ടിപ്പെരിയാറിലുള്ള സെൻറ്റ് ലോക്സ് ദേവാലയം, അങ്ങനെ ഈ ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം സാധാരണക്കാർക്ക് ഒരു അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. ഇത് ചരിത്ര അന്വേഷണികൾക്കും മറ്റുള്ള ആൾക്കാർക്കും ഇതൊരു പ്രയോജനകരമാകും എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം എഴുതാനുള്ള ഇതുണ്ടായത്.
നിലവിൽ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഗിന്നസ് സുനിൽ ജോസഫ്. കൂടാതെ URF വേൾഡ് റെക്കോർഡ് ചീഫ് എഡിറ്റർ എന്നീ പദവികളിലും പ്രവർത്തിക്കുന്നു. ആത്മീയ വേരുകളെ അറിയുവാനും തലമുറകളെ ബന്ധിപ്പിക്കുവാനും ഈ കൃതി നിർണായകമായ ഒന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൈറേഞ്ചിലെ ഏലം കർഷകർ നേരിടുന്ന ഭൂസംബന്ധമായ വിവിധ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പ്ലാന്റേഴ്സ് ക്ലബ്ബ് പുളിയൻമലയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 27-ന് കാർഡമം കോൺക്ലേവ് 2026 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്ലാന്റേഴ്സ് ക്ലബിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് മേഖലയിലെ വിവിധ ഏലം കർഷക അനുബന്ധ സംഘടനകളുടെ സഹകരണത്തോടെ കോൺക്ലേവ് നടക്കുന്നത്. വൈകിട്ട് 3-ന് പുളിയൻമല ഗ്രീൻ ഹൌസ് ഓഡിറ്റോറിയത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA-മാരായ റോയ് കെ പോലോസ്, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, F രാജ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി PC സിറിയക്, നിയമ വിദഗ്ധർ, വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. CHR മേഖലയുമായി ബന്ധപ്പെട്ട നിയമപരമായ അവ്യക്തതകൾ, നിയമ ഭേദഗതികളുടെ ആവശ്യകത, ഏലം പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം, കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ, കുത്തക ഭൂമി പുതുക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺക്ലേവിൽ വിശദമായി ചർച്ച ചെയ്യും. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് കർഷകർക്കുള്ള ആശങ്കകളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. സർക്കാരിനെ വിമർശിക്കുന്നതിനല്ല, മറിച്ച് ഏലം കർഷകരുടെ ഭൂസംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിയമപരവും പ്രായോഗികവുമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സംവാദ വേദിയായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏലം എന്ന പേര് എഴുതിയാൽ തന്നെ പട്ടയം ലഭിക്കാത്ത, അവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാൻ സാധ്യമല്ലാത്ത വളരെയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയിലൂടെയാണ് ഈ മേഖലയിലെ ഏലം കർഷകർ കടന്നു പോകുന്നത്. ഈ നാട്ടിലെ ജനപ്രതിനിധികളും മുമ്പുള്ള ഗവൺമെന്റുകളും മാധ്യമ പ്രവർത്തകരുമെല്ലാം ഈ വിഷയത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ അവരുടേതായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായിട്ടാണ് ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുവാൻ പുളിയൻമല പ്ലാന്റേഴ്സ് ക്ലബ്ബ് അതിന്റെ 25ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടത്തുള്ള വിവിധ കർഷക സംഘടനകളുമായി ചേർന്ന് തീരുമാനിച്ചത്. വാർത്താ സമ്മേളനത്തിൽ പ്ലാന്റേഴ്സ് ക്ലബ് പ്രസിഡന്റ് CB എബ്രഹാം, സെക്രട്ടറി റോബി ജോസഫ്, കാർഡമം ഗ്രൂവേഴ്സ് അസോസിയേഷൻ വണ്ടർമേട് പ്രസിഡന്റ് ആന്റണി മാത്യു, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി PC മാത്യു, കേരള കാർഡമം ഗ്രൂവേഴ്സ് യൂണിയൻ കമ്പം പ്രസിഡന്റ് TG കുമരൻ, ട്രഷറർ തിരുമുരുകൻ, കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ട്രഷറർ ജീവാനന്ദൻ, ജില്ലാ അഗ്രോ ഇൻപുട്സ് ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CD ശ്രീകുമാർ, സെക്രട്ടറി ജോണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CPIM-ന്റെ നേതൃത്വത്തിൽ കുന്നത്തുപാറയിൽ VS അച്യുതാനന്ദന്റെ 1ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി TR സോമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം ഗിരിജ വിക്രമൻ പതാക ഉയർത്തി. പ്രവർത്തകരെല്ലാവരും VS-ന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. നിരവധി ആളുകളാണ് പങ്കെടുത്തത്. അതിന് എല്ലാ തെറ്റിനോടും കലഹിച്ചുകൊണ്ട് എല്ലാ തെറ്റിനെയും ജനങ്ങളെ അണിനിരത്തിച്ചെടുക്കുക. അതുവഴി കേരള സമൂഹത്തിന് നേടിയ നേട്ടങ്ങൾ ചെറുതല്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണ്? തെറ്റിയോട് സന്ധിയില്ലാതെ പൊരുതാനുള്ള, കരുത്താർജിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കലാണ് സഖാവ് VS-ന്റെ ഓർമ്മ പുതുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് എന്ന് സഖാക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഖാവ് VS അനുസ്മരണം. കലൂർക്കാട് സരസ്വതി വിദ്യാമന്ദിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കരാട്ടെ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന ക്ലാസുകളുടെ ഉദ്ഘാടനം സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ ശരത് ചന്ദ്രൻ നായർ നിർവഹിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമി ചെയർമാൻ ഖാഷി ബേബി എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. കരാട്ടെ, ബോക്സിംഗ്, തായ്ക്കൊണ്ട, വടംവലി, സൂംബ ഡാൻസ് എന്നിവയിൽ കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കും. കലൂർക്കാട് സരസ്വതി വിദ്യാമന്ദിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കരാട്ടെ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന ക്ലാസുകളുടെ ഉദ്ഘാടനം സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ ശരത് ചന്ദ്രൻ നായർ നിർവഹിച്ചു.
നമ്മൾ കുട്ടികളെല്ലാവരും കരാട്ടെ നല്ലവണ്ണം പഠിച്ച് സാറന്മാർ പറഞ്ഞു തരുന്ന പോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യണം എന്ന എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ തന്നെ രക്ഷകർത്താക്കളും അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഈ കരാട്ടെ ക്ലാസ്സിന് കറക്റ്റായിട്ട് വിടുകയും അവരുടെ പരിശീലനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ കരാട്ടെ സാറന്മാർ തന്നെ സ്ഥിരമായിട്ട് വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കരാട്ടെ സ്പോർട്സ് അക്കാദമി ചെയർമാൻ ഖ്വാഷി ബേബി എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. കരാട്ടെ, കളരി, ബോക്സിംഗ്, തായ്ക്കൊണ്ട, വടംവലി, സൂംബ ഡാൻസ് എന്നിവയിൽ കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കുമെന്ന് ഖ്വാഷി ബേബി എബ്രഹാം വ്യക്തമാക്കി. നമ്മളിന്ന് ചെയ്യുന്നത് ബോക്സിംഗ്, കരാട്ടെ, തായ്ക്കൊണ്ടോ, കളരി 4 ഐറ്റമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരൈറ്റം അല്ല. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്പമെങ്കിലും പഠിച്ചിരിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇടുക്കി ജില്ലയിൽ തന്നെ 27 സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 4 ജില്ലയിലായിട്ട് നമ്മുടെ ഈ അക്കാഡമി പ്രവർത്തിക്കുന്നു. 40ഓളം അധ്യാപകരാണ് ഇപ്പം നമുക്ക് ഉള്ളത്. വനിതകൾ 25ഉം ഒരു 20ഓളം പുരുഷന്മാരും അടങ്ങുന്ന ടീമാണ് നമ്മുടെ. പ്രധാന അധ്യാപിക ഉഷ രഘു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപക പ്രതിനിധി ദിവ്യാമോൾ CP സ്വാഗതവും സ്കൂൾ സെക്രട്ടറി KK രഘു, രക്ഷാധികാരി വാസുദേവൻ നമ്പൂതിരി എന്നിവർ ആശംസയും അധ്യാപിക മഞ്ഞംബിക VS കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഇൻസ്ട്രക്ടർമാരായ ഷിജു, സ്റ്റെഫി ഷിജു എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ബെസ്റ്റ് ഇവിടെ ഒരു ഷൂട്ടോ ചെയ്താ വിടും. ഇതൊന്നും വേണ്ട. സ്ട്രോങ് ആയിട്ട് പിടിച്ചു. മുറുകെ വേണ്ടോ, കൈയിട്ട് പിടിച്ചു. ഈ കൈ ഇവിടെ ഇട്ടു. വേണ്ടോ, നമ്മൾ കട്ടുകൊടുത്തു. ഇവിടെ വെട്ടുന്നു. ഒപ്പം തന്നെ സംശയം രാജപാത സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ എറണാകുളം DC പ്രസിഡന്റും MLA-യുമായ മുഹമ്മദ് ഷിയാസിനും ആലുവ MLA അൻവർ സാദത്തിനും നിവേദനം നൽകി. കോതമംഗലം MLA-യുമായി ചർച്ച നടത്തിയ ശേഷം വിവരം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വകുപ്പ് തല യോഗം വിളിക്കാനുള്ള ഇടപെടൽ നടത്താമെന്ന് MLA മുഹമ്മദ് ഷിയാസ് ഓൾഡ് ആലുവ മൂന്നാർ രാജപാത ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി. ആലുവ മൂന്നാർ രാജപാത സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നും വിഷയത്തിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ MLA-മാരുടെയും ഇടപെടലും പിന്തുണയും ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ എറണാകുളം DCC പ്രസിഡന്റും MLA-യുമായ മുഹമ്മദ് ഷിയാസിനും ആലുവ MLA അൻവർ സാദത്തിനും രേഖാമൂലം നിവേദനം നൽകി. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടലും കോടതി ഉത്തരവും രാജപാതയുടെ കാര്യത്തിലും ഉണ്ടാകണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോതമംഗലം MLA-യുമായി ആലോചിച്ച് വിവരം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വകുപ്പുതല യോഗം വിളിക്കാനുള്ള ഇടപെടൽ നടത്താമെന്നും MLA മുഹമ്മദ് ഷിയാസ് ഓൾഡ് ആലുവ മൂന്നാർ രാജപാത ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി. പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ, രക്ഷാധികാരി ഫാദർ ജോസ് ചിരപ്പറമ്പിൽ, ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ KS ഗോപിനാഥൻ, സത്യൻ നാരായണൻ എന്നിവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. ക്രമച്ചോറിയം പൂർത്തിയാക്കുന്നതിൽ കോതമംഗലം നഗരസഭയ്ക്ക് അലംഭാവമെന്ന് കേരള കോൺഗ്രസ് എം. മുൻ MLA ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ 4 കോടിയോളം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്.
കഴിഞ്ഞ നഗരസഭയുടെ കാലാവധിക്ക് ശേഷം കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്നും നിർമ്മാണം ഇഴഞ്ഞാണ് നടക്കുന്നതെന്നും കേരള കോൺഗ്രസ് എം ആരോപിച്ചു. കേരള കോൺഗ്രസ് എം കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരസഭയുടെ കീഴിലുള്ള ക്രിമിറ്റോറിയം നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ നഗരസഭ വലിയ അലംഭാവം കാട്ടുന്നതായി കേരള കോൺഗ്രസ് എം കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി. മുൻ MLA ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ 4 കോടിയോളം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നഗരസഭയുടെ കാലാവധിക്ക് ശേഷം കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്നും നിർമ്മാണം ഇഴഞ്ഞാണ് നടക്കുന്നതെന്നും കേരള കോൺഗ്രസ് എം ആരോപിച്ചു. കഴിഞ്ഞ മാസം നിർമ്മാണം പൂർത്തിയാക്കേണ്ട പദ്ധതിയുടെ കാലാവധി ഇതുമൂലം നീട്ടി നൽകിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, ജിജോ പീച്ചാട്ട്, ലിസി ജോസഫ്, VC മത്തച്ചൻ, മാത്യു ചേറ്റൂർ, ജോർജ് പുൽപ്പറമ്പിൽ, ബിനിൽ വാവേലി, ബെന്നി ചിറ്റുപറമ്പിൽ, ഷാൻഡി കോയിക്കക്കുടി, ജോർജ് മുടവൻമുകൾ, ബിനോയ് പള്ളത്ത്, സ്കറേച്ചൻ തുടുമേൽ, ജോസ് കുച്ചികരോട്ട്, പയസ് ആന്റണി, AR പൗലോസ്, ജോസഫ് ആന്റണി, ജോമി എബ്രഹാം, സ്കറിയ കൊച്ചർക്കൽ, EM ഹസൈനാർ, പീറ്റർ പിട്ടാപ്പിളിൽ, ജെയ്സൺ പീച്ചാട്ട്, ജോൺസൺ ഔരാപ്പാട്ട്, ഷാജി പള്ളിവാതുക്കൽ, സിനോഷ് നെടുമ്പുറം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ ചാന്ദ്രദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചാന്ദ്രദിന സന്ദേശവും നൽകി. ചടങ്ങിൽ ചന്ദ്രയാനം എന്ന ചാന്ദ്രദിന പ്രത്യേക പതിപ്പ് പ്രകാശനം ചെയ്തു. പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൂൺ പ്രസ് മീറ്റ് ശ്രദ്ധേയമായി. ദേശീയ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സമന്വയിപ്പിച്ച വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ ഉദ്ഘാടനം നിർവഹിച്ച് ചാന്ദ്രദിന സന്ദേശം നൽകുകയും ചന്ദ്രായനം എന്ന ചാന്ദ്രദിന പ്രത്യേക പതിപ്പ് പ്രകാശനം ചെയ്യുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മനോഹരമായ ഒരു പതിപ്പ് നിങ്ങളാണ് തയ്യാറാക്കിയത് അല്ലേ? അപ്പൊ ഇതിലേക്ക് രചനകൾ നൽകിയ എല്ലാ കുട്ടികളെയും ഈ നിമിഷത്തിൽ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൂൺ പ്രസ് മീറ്റ് എന്ന വ്യത്യസ്ത അവതരണം ശ്രദ്ധേയമായി. ചന്ദ്രൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന രൂപത്തിൽ ഒരുക്കിയ പരിപാടി കാണികളുടെ പ്രശംസ നേടി. ചന്ദ്രനെക്കുറിച്ചുള്ള കൗതുകകരമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മൂൺ ഫാക്ട്സ് വാൾ, വിദ്യാർത്ഥികൾ ചന്ദ്രൻ എഴുതിയ കത്തുകളുടെ പ്രദർശനമായ അമ്പിളി മാമൻ ഒരു കത്ത്, കഥാരചന, കവിതാരചന, ചിത്രരചന, ക്വിസ് മത്സരം എന്നിവയും നടന്നു. ശാസ്ത്രബോധം വളർത്തുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ PSLV റോക്കറ്റിന്റെ മാതൃക പ്രദർശിപ്പിച്ചു. ചന്ദ്രയാത്രയെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഏറ്റവും പുതിയ ബഹിരാകാശ വാർത്തകളുടെ അവതരണവും പരിപാടിക്ക് മാറ്റുകൂട്ടി. ചന്ദ്രനെക്കുറിച്ചുള്ള അറിവ് വളർത്തുകയും ശാസ്ത്രത്തോടുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം ചാന്ദ്രദിനാഘോഷത്തെ ശ്രദ്ധേയമാക്കി. പകൽ സമയത്ത് 127 ഡിഗ്രി സെൽഷ്യസ് ചൂടും രാത്രി സമയത്ത് -173 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുമാണ്. ചന്ദ്രനിലെ വസ്തുക്കളുടെ ഭാരം ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 ഭാഗം മാത്രമാണ്. എൻ്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഞാൻ സ്വയം ചുറ്റുന്നതും ഭൂമിയെ ചുറ്റുന്നതും ഒരേ സമയമെടുക്കുന്നു. താങ്കളുടെ ഉപരിതലം എങ്ങനെയാണ് ഇരിക്കുന്നത്? കല്ലും മണ്ണും നിറഞ്ഞതാണ് എൻ്റെ ഉപരിതലം. ചെറുഗ്രഹങ്ങളും ഉൽക്കകളും വീണുണ്ടായ ആയിരക്കണക്കിന് ഗർത്തങ്ങളും അവിടെയുണ്ട്. താങ്കളുടെ മണ്ണിൽ ആദ്യമായി ഒരു മനുഷ്യൻ കാല് കുത്തിയപ്പോൾ എന്താണ് തോന്നിയത്? വളരെ നല്ലൊരു ചോദ്യം. തീർച്ചയായും അഭിമാനം തോന്നി. 1969 അപ്പോളോ 11 എന്ന പേടകത്തിൽ വന്നിറങ്ങിയ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. എഡ്വിൻ ആൾഡ്രിനും മൈക്കിൾ കോളിൻസും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് മനുഷ്യ ചരിത്രത്തിൽ വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാക്കി. അധ്യാപകരായ വിനിത ചന്ദ്രൻ, സന്ധ്യ തമ്പി, വിനിത PV എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏലം ജാതി കർഷകർക്കായി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വാത്തിക്കുടി കൃഷി ഓഫീസർ PS അനന്യ ഉദ്ഘാടനം ചെയ്തു. ഏലം ജാതി കൃഷി പരിപാലനവും വളം കീടനാശിനി പ്രയോഗവും എന്ന വിഷയത്തിലാണ് ക്ലാസ് നടത്തിയത്. അമിതമായ വളപ്രയോഗവും കീടനാശിനികളുടെ ഉപയോഗവും മൂലം മണ്ണിന്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങളും വിളകൾക്ക് ഉണ്ടാകുന്ന ദോഷഫലങ്ങളും കർഷകരെ ബോധ്യപ്പെടുത്തുക, ഓരോ വിളകൾക്കും കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് ആവശ്യമായ വളങ്ങളും കീടനാശിനികളും മാത്രം പ്രയോഗിക്കുവാനും കർഷകരെ ചിലവ് കുറഞ്ഞ കൃഷിരീതിയിലൂടെ മികച്ച വിളവ് ലഭിക്കുവാനുള്ള കൃഷിരീതികൾ പഠിപ്പിക്കാനുമാണ് മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് പരിധിയിലുള്ള കർഷകർക്കായി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വാത്തിക്കുടി കൃഷി ഓഫീസർ അനന്യ PS ഉദ്ഘാടനം ചെയ്തു. ഏലം ജാതി വിളകളിലെ കാർഷിക രീതികളും അതുപോലെ വളം കീടനാശിനി പ്രയോഗം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. നമുക്കറിയാം ഏലം ജാതി എന്ന് പറഞ്ഞ ഈ രണ്ട് വിളകളും ഇടുക്കിയിലെ നല്ല കേരളത്തിലെ തന്നെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്ന രണ്ട് വിളകളാണ്. കർഷകനെ ഏറ്റവും നന്നായി നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നതും അതുപോലെ തന്നെ നോക്കിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരുന്നതായിട്ടുള്ള രണ്ട് വിളകളാണ്. നന്നായി വിളവ് ലഭിക്കാൻ അതുപോലെ കാർഷിക ചെലവ് ചുരുക്കിക്കൊണ്ട് നല്ല ഉൽപ്പാദനം ലഭിക്കുവാനായിട്ട് ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിക്കുക എന്നത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ പല പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുപോലെ കീടരോഗബാധ. ബാങ്ക് പ്രസിഡന്റ് EN ചന്ദ്രൻ അധ്യക്ഷനായി. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ശ്രീജ MS മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ശാസ്ത്രജ്ഞനും ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ ഡയറക്ടറുമായ ഡോക്ടർ സുധാകർ S പഠന ക്ലാസ് നയിച്ചു. ബാങ്ക് സെക്രട്ടറി KV ബെന്നി, ബോർഡ് അംഗങ്ങളായ NC ജോൺസൺ, ഷാജി വർഗകാലായിൽ, ബെന്നി തടത്തിൽ, രാജേഷ് KK, മിനി മറ്റത്തിൽ, റോയിച്ചൻ കട്ടക്കയം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിനെ വനഭൂമിയാക്കുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. കട്ടപ്പന കല്യാണത്തണ്ട മലനിരകളിൽ നീലവസന്തമൊരുക്കി മേട്ടുകുറിഞ്ഞി പൂവിട്ട് തുടങ്ങുന്നു. കുറിഞ്ഞിപ്പൂക്കൾ തേടി ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോർജ് ജോസഫ് MLA, ഇടുക്കി MLA റോയ് K പോലോസ് എന്നിവർക്ക് സ്വീകരണം നൽകി. CPIM-ന്റെ നേതൃത്വത്തിൽ കുന്നത്തുപാറയിൽ VS അച്യുതാനന്ദന്റെ 1ാമത് ചരമവാർഷികം ആചരിച്ചു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി TR സോമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്രമറ്റോറിയം പൂർത്തിയാക്കുന്നതിൽ കോതമംഗലം നഗരസഭയ്ക്ക് അലംഭാവമെന്ന് കേരള കോൺഗ്രസ് എം. കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.